അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഖസീനത്തുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാർ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യമല്ല ഇത്, നിസ്സാരമായി കാണേണ്ടതുമല്ല. ഒരു 7 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ദാരിദ്ര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് അള്ളാഹു നമ്മുടെ സമ്പത്തിൻ്റെ കവാടം അള്ളാഹു നമുക്ക് തുറന്നു തരുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. 5 നേരം നമസ്കരിക്കുന്ന നാമൊക്കെ തീർച്ചയായും ഒരു ചെറിയൊരു അധ്വാനം, ചെറിയൊരു സൂറത്താണ്, നമുക്കൊക്കെ മനഃപ്പാഠമുള്ള സൂറത്താണ്. ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പരിശോധിച്ചു നോക്കണം. അത്ഭുതകരമായ അനുഭവമുണ്ടാകും. സമ്പത്ത് എന്ന് പറയുമ്പോൾ, അതിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ചില ആളുകൾ അതൊരു നിസ്സാരമായി, കാരണം പരിശുദ്ധ ദീനിൽ സമ്പത്താക്കൽ വലിയ ഒരു വൻ കുറ്റമായി കാണുന്നവരൊക്കെ ഉണ്ട്. പരിശുദ്ധ ദീനിൽ അങ്ങനൊന്നുമില്ല. സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിനോട് ചോദിക്കാനും ദാരിദ്ര്യത്തിൽ കാവൽ ചോദിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമ്പത്തുണ്ടാക്കുന്നത് പരിശുദ്ധ ദീനിൽ തെറ്റൊന്നുമല്ല. സമ്പത്ത് മാത്രം ഹലാലായ മാർഗത്തിലൂടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഒരു സൂറത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കച്ചവടം, അതുപോലെ നമ്മുടെ മറ്റു ബിസിനസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അള്ളാഹു ഈ സൂറത്ത് ഓതുമ്പോൾ നാം അറിയാതെ കണ്ട് അതിൽ വലിയ വിജയം അള്ളാഹു നമുക്ക് പ്രാധാന്യം ചെയ്യും. നാം 5 നേരം നിസ്കരിക്കുന്നവരാണല്ലോ. നിസ്കാരത്തിൻ്റെ ശേഷം ഒരു കുറച്ച് സമയം ഇതിനു വേണ്ടി നാം നീക്കിവെക്കാം. നിസ്കരിച്ച് നാം അതേ സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു 40 പ്രാവശ്യം നമുക്കൊക്കെ അറിയുന്ന അലം നശ്റഹ് ലക സദ്റക് എന്നുള്ള ഈ സൂറത്ത് 40 തവണ ഓതുക. സുബഹ് കഴിഞ്ഞ് 40 തവണ ഓതാം. പിന്നെയാണല്ലോ ദുഹറിൻ്റെ ശേഷവും 40, അസറിൻ്റെ ശേഷവും, അതേപോലെ മഗ്രിബ്, ഇശ, ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു 40 തവണ അലം നശ്റഹ് ലക സദ്റക് എന്നുള്ള സൂറത്ത് നാം ഓതുകയാണെങ്കിൽ ഒരു 7 ദിവസം, കൂടുതലൊന്നും വേണ്ട, ഒരു 7 ദിവസം നാം അന്ന് ഓതിയാൽ മതി. അള്ളാഹു നാം അറിയാത്ത ഭാഗത്തിലൂടെ നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ മറ്റു എന്തെല്ലാം ഉമൂറുകൾ നാം ഏർപ്പെട്ടിട്ടുണ്ട്, അതിലെല്ലാം വലിയ വിജയം അള്ളാഹു നമുക്ക് തുറന്നു തരും. സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ നീക്കും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരിക്കലും ദാരിദ്ര്യം വന്നു പോകരുത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ദാരിദ്ര്യം അത് മനുഷ്യനെ, ഏത് തിന്മയും മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നുള്ളതാണ്. പലരും പല വിധത്തിൽ പല ഉമൂറുകൾ ഏർപ്പെടുമ്പോൾ നമുക്ക് അവരെ അവഗണിക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്, അല്ലേ? അവരൊക്കെ ആ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടതും അവരെത്തിപ്പെടാനുണ്ടായ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സ് നൊമ്പരപ്പെട്ടു പോകും. കാരണം ഓരോരുത്തരും ഒരു വഴിയുമില്ലാതെയാണ് പല തിന്മയിലേക്ക് അങ്ങ് എത്തിപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് സമ്പന്നരായ ആളുകളൊക്കെ പാവങ്ങളോട് കരുണ കാണിക്കണം. അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയോ, നമ്മുടെ കൂട്ടത്തിൽ കാണുന്നവർ, നമ്മുടെ പരിചയക്കാർ, കുടുംബത്തിൽ സമ്പത്തിൽ പിന്നോക്കമുള്ളവർ, അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക വഴി തുറന്നു കൊടുക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനമൊക്കെ നാം ചെയ്യണം. അതെല്ലാം അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള പ്രവൃത്തിയാണ്. കാരണം ചില ആളുകൾ അത്തരക്കാരെ പുച്ഛമായും, ചില ആളുകൾ അത്തരത്തിലുള്ള ജോലിയിൽ ഉയർന്നു മുന്നോട്ട് വരുമ്പോൾ വലിയ സമ്പന്നർ അതിനൊക്കെ ഒരു അവഗണനയോടുകൂടി കാണുന്നവരൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകളെ നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ കച്ചവട മേഖല അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെയും നമുക്ക് കൈപ്പിടിച്ചുയർത്താൻ സാധിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ പോലും പലരെ അവഗണിക്കുന്നത് നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്ത് സഹായിക്കാൻ കഴിയുന്ന നല്ല സമ്പന്ന വർഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കണം. പ്രത്യേകിച്ച് എത്രയോ ആളുകൾ, അല്ലേ, നമ്മുടെ നാടിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ മേഖലയിൽ നേതൃത്വം നൽകുന്ന
പണ്ഡിതന്മാരൊക്കെ എത്ര പണ്ഡിതന്മാരല്ലേ, തുച്ഛമായ ശമ്പളം അല്ലേ. നമുക്ക് എന്തെങ്കിലും വഖഫ് മറ്റതെന്ന് പറഞ്ഞ് പലയിടത്തും പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ നമ്മിൽപ്പെട്ടവർ തന്നെയാണല്ലോ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദന്മാർ. അവരുടെ ശമ്പളത്തിൻ്റെ വിഷയത്തിനും അതുപോലെ മദ്രസയുടെ അല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ അവഗണനയോട് കൂടി കാണുന്നതും അവഗണിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ വന്നിട്ടൊന്നല്ലല്ലോ, നമ്മുടെ നാട്ടിലുള്ള പ്രഗത്ഭരായ ആളുകളാണെന്ന് അറിയപ്പെടുന്ന കമ്മിറ്റി ഭാരവാഹികളൊക്കെ ചില ആലിമുകളെ നാവിന് ബ്രേക്കിടലും അവരുടെ സമ്പത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും കൈവച്ചുകൊണ്ട് അവരെ എത്രത്തോളം അവരെ മാനസികമായി പ്രയാസപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലൊക്കെ പ്രയാസപ്പെടുത്തുന്ന എത്ര ആളുകളുണ്ട്. ഇതൊക്കെ ശരിയല്ല. കാരണം തുച്ഛമായ ശമ്പളം നൽകിക്കൊണ്ട് എത്ര വലിയ ജോലിയാണ് അവർക്ക് നൽകുന്നത്. ചില നാട്ടിലൊക്കെ മുഅസ്സിൻ എന്നെല്ലാം പറഞ്ഞാൽ എന്താ ജോലി അവർക്ക്. ആ പള്ളിയുടെ ബാത്റൂമും അതുപോലെ അവിടുത്തെ എല്ലാം ജോലികൾ നോക്കണം. രാവിലെ മദ്രസം പഠിപ്പിക്കണം, രാത്രി പഠിപ്പിക്കണം. അതുപോലെ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്ന എല്ലാ കുത്തുവാക്കുകളും അതുപോലെ പരിഹാസ വാക്കുകൾ കേട്ട് അവർ വലിയ പണ്ഡിതന്മാരാണ്. 10 വർഷം ദർസൊക്കെ പഠിച്ച് അങ്ങനെ അവിടുത്തെ നാട്ടിൻ്റെ മുഅല്ലിമീങ്ങളും ഖതീബന്മാർ എത്രയോ പണ്ഡിതന്മാരെ മാനസികമായി തളർത്തുന്നവരൊക്കെ ഉണ്ട്. ഇതൊക്കെ നാം ചെയ്യുന്നത് വലിയ അനീതിയാണ്. അർഹമായ ശമ്പളം നാം നൽകണം. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്നവരൊക്കെ അവർക്കൊക്കെ അർഹമായ ശമ്പളം നാം അത് നൽകണം. അവരുടെ വേർപ്പ് ഇതാകുന്നതിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ, പഠിപ്പിച്ചതാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു സൂറത്ത് തീർച്ചയായും വലിയ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന സൂറത്താണ്. സൂറത്ത് അലം നശ്റഹ് ലക സദ്റക എന്നുള്ള സൂറത്ത് ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്തു നോക്ക്. ഇനിയിപ്പോൾ ഒരു 7 ദിവസം നിരന്തരമായി അലം നശ്റഹ് എന്നുള്ള ഈ സൂറത്ത് ഞാൻ പാരായണം ചെയ്തിട്ട് വലിയ മാറ്റങ്ങൾ കണ്ടില്ല. എന്നാൽ വീണ്ടും 7 ദിവസം നാം തുടരെയായി വീണ്ടും അത് തുടങ്ങണം. എന്നിട്ട് ശരിയായില്ല, വീണ്ടും ഇങ്ങനെ 7 ദിവസം തുടരണം. തീർച്ചയായും സാമ്പത്തികമായി മെച്ചപ്പെട്ടു വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഓതുന്ന സമയത്തൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. വളരെ ആവേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ മുമ്പിലാണല്ലോ നാം ഇരുന്ന് ഓതുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ചില ആളുകൾക്കൊരു കാര്യം പറഞ്ഞാൽ അതൊക്കെ നടക്കോ ഇല്ലേ എന്ന ഒരു അലസതയോടുകൂടി മടിയോടുകൂടി ഓതുന്നവരൊക്കെയുണ്ട്. അതൊരിക്കലും പാടില്ല. നാം അള്ളാഹുവിനോട് ചോദിച്ചത് അള്ളാഹു തരും. കാരണം ചോദിക്കുമ്പോൾ അള്ളാഹുവിന് നമ്മോട് ഇഷ്ടം കൂടിക്കൂടി വരികയാണ് അല്ലേ. അതേപോലെ ഒരു സമ്പന്നരായ ആളുകളെ മുമ്പിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഒരു പ്രാവശ്യം തരാമെന്ന് പറയും. വീണ്ടും ആവർത്തി ചോദിക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും. അള്ളാഹ്ക്ക് അങ്ങനെയല്ല. നാം വീണ്ടും ചോദിക്കുമ്പോൾ നമ്മോട് ഇഷ്ടം അള്ളാഹുവിന് കൂടിക്കൂടി വരികയാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ദാരിദ്ര്യത്തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് ആളുകൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ സലാമത്ത് അള്ളാഹു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.